ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലാസ് 12 CBSE കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കിൻ ഹാലോ ഓറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കൺവേർഷൻസ് ആണ്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാം. നമ്മൾ പഠിച്ചിരിക്കുന്ന റിയാക്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കൺവേർഷൻസ് ഒക്കെ ചെയ്യാമെന്ന് വളരെ ഈസി പറഞ്ഞുതരാം. കൂടുതൽ റിയാക്ഷൻസിനും കൂടുതൽ കൺവേർഷൻസിനും കൂടുതൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾക്കുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഫോളോ ചെയ്തേക്കുക. ഓക്കെ, ഈ ക്വസ്റ്റൻസ് എങ്ങനെ ചെയ്യാം നിങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പ്രൊപ്പീനിനെ പ്രൊപ്പനോൾ ആക്കി മാറ്റണം, പ്രൊപ്പാൻ 1 ഓൾ ആക്കി മാറ്റണം. അടുത്ത് 1 ബ്രോമോ പ്രൊപ്പൈനെ 2 ബ്രോമോ പ്രൊപ്പൈൻ ആക്കി മാറ്റണം. ടൊളുവിനെ ബെൻസൈൽ ആൽക്കഹോൾ ആക്കി മാറ്റേണ്ടതുണ്ട്. ബെൻസിനെ 4 ബ്രോമോ നൈട്രോ ബെൻസിൻ ആക്കി മാറ്റണം. എഥനോളിനെ പ്രൊപ്പാ നൈട്രോയിൽ ആക്കി മാറ്റണം. ഇതൊക്കെ എന്താണെന്നുള്ളത് ഇപ്പോൾ റിയാക്ടൻസ് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, അതായത് കൺവേർട്ട് ചെയ്യേണ്ട സാധനം എന്താണെന്ന് തന്നിട്ടുണ്ട്, എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ സ്ട്രക്ചർ ഫോർമുല എഴുതി വെച്ചാൽ തന്നെ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഏതൊരു റിയേജന്റ് ചേർക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കും. വളരെ ഈസി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കുക. പ്രൊപ്പീനെ പ്രൊപ്പാൻ 1 ഓൾ ആക്കി മാറ്റണം. അപ്പോൾ ആരെ എന്താക്കി മാറ്റണം എന്നുള്ളത് ആദ്യം തന്നെ എഴുതുക. പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതിനെന്താക്കി മാറ്റണം? പ്രൊപ്പാൻ 1 ഓൾ ആക്കി മാറ്റണം. CH3 CH2 CH2 OH അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണുള്ളത്? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കുന്നു. ഇവിടെ ഒരു OH വന്നിരിക്കുന്നു, ഇവിടെ ഒരു H വന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ H OH വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ ചേർക്കണം? വെള്ളം ചേർക്കണം, അതോ വാട്ടർ ചേർക്കണം, H2 ചേർക്കണം. അങ്ങനെ H2 ചേർത്തു എന്ന് പറഞ്ഞാൽ HOH മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ച് ഹൈഡ്രജൻ കൂടുതലുള്ളതിലോട്ട് ഹൈഡ്രജൻ പോകും, ഹൈഡ്രജൻ കുറവുള്ളതിലോട്ട് നെഗറ്റീവ് പാർട്ട് പോകും. അപ്പോൾ രണ്ടാമത്തതിലാണ് OH വരിക. രണ്ടാമത്തതിലാണ് OH വരുന്നുണ്ടായിരിക്കുക. നമുക്ക് വേണ്ടത് ഏതിലാണ്? ഒന്നാമത്തിൽ OH വരണം അല്ലെ? ഒന്നാമത്തെ കാർബണിൽ OH വരണം. ഒന്നാമത്തെ കാർബണിൽ OH വരണം എന്നുണ്ടെങ്കിൽ മാർക്കോണിക് ഓഫ് റൂൾ നെഗേറ്റ്സ് അല്ലേ, ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ അല്ലേ? അതിനെ നമ്മൾ പെറോക്സൈഡ് എഫക്ട് എന്നല്ലേ പറയുക? പെറോക്സൈഡ് എഫക്ട് എന്നല്ലേ പറയുക? അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓർഗാനിക് പെറോക്സൈഡ് കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചേർക്കണം? ഒരു ഓർഗാനിക് പെറോക്സൈഡ് കൂടെ ചേർക്കണം. ഇങ്ങനെ ഓർഗാനിക് പെറോക്സൈഡ് ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന പെറോക്സൈഡ് എഫക്ട്, അതായത് നേരെ ഓപ്പോസിറ്റ്, ഇവിടെ നെഗറ്റീവ് പാർട്ടും ഇവിടെ H വരണം എന്നുണ്ടെങ്കിൽ ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ ആണ്. പെറോക്സൈഡ് എഫക്ട് അഥവാ കറാഷ് എഫക്ട് ആണ്. ഇങ്ങനെ കറാഷ് എഫക്ട് നടക്കണമെന്നുണ്ടെങ്കിൽ HBr തന്നെ ചേർക്കണം. HBrന് മാത്രമേ ഇങ്ങനെ ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ നടത്താനുള്ള കഴിവുള്ളൂ, നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് HBr ആണ്. സർ, നമുക്കിവിടെ OH അല്ലേ വേണ്ടത്, പിന്നെ എന്തിനാണ് HBr? HBr ചേർത്താൽ മാത്രമാണ് ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ നടക്കുക. അതായത് H ഇങ്ങോട്ടേക്കും Br ഇങ്ങോട്ടേക്കും വരും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CHന്റെ കൂടെയാണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ CH2, then അപ്പുറത്ത് CH2Br അല്ലേ? ഇനി നമുക്ക് ഇവിടുത്തെ Brനെ മാറ്റി OH കൊണ്ടുവരണം. അത്രയല്ലേ ഉള്ളൂ. ഇനി ഇവിടെയുള്ള Brനെ മാറ്റി OH കൊണ്ടുവന്നാൽ പോരെ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ട് റിയാക്ഷൻ അക്വസ് KOH അക്വസ് NaOH ചേർത്താൽ മാത്രം മതി. അക്വസ് KOH അല്ലെങ്കിൽ അക്വസ് NaOH ചേർക്കുക. ആൽക്കഹോളിക് KOH ചേർക്കരുത്, അത് ആൽക്കീൻ ആയിട്ടാണ് മാറുക. അക്വസ് ആൽക്കലിയാണ് ചേർക്കേണ്ടത്. ഒന്നാമത്തെ കൺവേർഷൻ വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും വേഗത്തിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഈസി ആയിട്ട്. 1 ബ്രോമോ പ്രൊപ്പൈനെ 2 ബ്രോമോ പ്രൊപ്പൈൻ ആക്കി മാറ്റണം. 1 ബ്രോമോ പ്രൊപ്പൈൻ ഞാൻ എഴുതുന്നുണ്ട്. CH3 CH2 CH2Br 1 ബ്രോമോ പ്രൊപ്പൈൻ. അതിനെന്താക്കി മാറ്റണം? 2 ബ്രോമോ പ്രൊപ്പൈൻ ആക്കി മാറ്റണം. CH3 CH3 ഇവിടെ Br അല്ലേ? അപ്പോൾ ഇവിടുത്തെ Brനെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ട് വെക്കണം. സാർ, അത് മായ്ച്ചിട്ട് എഴുതിയാൽ പോരാ, റിയാക്ഷൻ നടത്തണം. നമുക്കതിന് ചെയ്യേണ്ട കാര്യം എന്ന് അറിയാമോ? ഇവിടെ നിന്ന് Brനെയും ഇവിടെ നിന്ന് Hനെയും ആദ്യം എടുത്ത് കളയുക. ഇവിടുത്തെ Brനെയും ഇവിടുത്തെ Hനെയും എടുത്ത് കളയുക. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുമേ? റെഡി, ഡബിൾ ബോണ്ട് വരും. അതിനുശേഷം വീണ്ടും HBrഉം ചേർത്ത് വയ്ക്കുക. അതായത് ഇവിടുത്തെ Hനെയും Brനെയും എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ ആൽക്കഹോളിക് KOH ചേർക്കും. സൈറ്റ്സ് ഓഫ് റൂൾ അനുസരിച്ച് ഇവിടുത്തെ Brഉം ഇവിടുത്തെ Hമാണ് പോകുന്നുണ്ടായിരിക്കും. അതേ പോസിബിലിറ്റി ഉള്ളൂ ഇവിടെ. അപ്പൊ സൈറ്റ്സ് ഓഫ് റൂൾ എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചേർക്കുന്നു ആൽക്കഹോളിക് KOH ചേർക്കുന്നു. ആൽക്കഹോളിക് KOH ചേർത്താൽ K ഇവിടുത്തെ Brനെ കൊണ്ടുപോകും, OH തൊട്ടപ്പുറത്തുള്ള ബീറ്റ ഹൈഡ്രനെയും കൊണ്ടുപോകും. അപ്പൊ ഈ ഹൈഡ്രജനും OHും പോയി, ഈ Brഉം Kയും പോയി. അപ്പൊ ഇതിനിടയ്ക്ക് എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. പ്രൊപ്പീനാണ് നമുക്ക് കിട്ടുക. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്രൊപ്പീൻ കിട്ടി. ഇവിടുത്തെ Hും പോയി, ഇവിടുത്തെ Brഉം പോയി, നമുക്ക് പ്രൊപ്പീൻ കിട്ടി. സാർ, നമുക്ക് പ്രൊപ്പീൻ അല്ലല്ലോ വേണ്ടത്, 2 ബ്രോമോ പ്രൊപ്പീൻ അല്ലേ വേണ്ടത്. നമുക്കിവിടെ Br വേണം, ഇവിടെ H വേണം. സിമ്പിൾ ആയിട്ട് HBr ചേർന്ന് നോക്കിക്കേ. HBr ചേർത്താൽ എന്താ സംഭവിക്കുക? H ഹൈഡ്രജൻ കൂടുതലുള്ള ഇങ്ങോട്ടേക്ക് വരും, Br നേരെ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ആയില്ലേ? സിമ്പിൾ അല്ലേ ഇത്? അല്ലേ? HBrനെ എടുത്ത് കളയുന്നു, പിന്നെ HBrനെ ചേർക്കുന്നു. ഇവിടെ ആൽക്കഹോളിക് KOH, ഇവിടെ HBr. ഇവിടെ സൈറ്റ്സ് ഓഫ് റൂളും ഇവിടെ മാർക്കോണിക് ഓഫ് റൂളും.
ഇവിടെ സൈസ് ഓഫ് റോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ടോളുവിൻ എന്താക്കി മാറ്റാം? ബെൻസൈൽ ആൽക്കഹോൾ ആക്കി മാറ്റാം. അപ്പോൾ എന്താണ് ടോളുവിൻ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം എഴുതാം. ടോളുവിൻ ബെൻസീൻ റിങ്ങിൽ ഒരു കാർബണിൽ ആരുണ്ട്? CH3. ഇതാണ് ടോളുവിൻ. ഇതിന് എന്താക്കി മാറ്റണം നമുക്ക്? ബെൻസൈൽ ആൽക്കഹോൾ. ബെൻസൈൽ ആൽക്കഹോൾ ബെൻസീൻ റിങ്ങിൽ OH അല്ല. ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ CH2OH. നോക്കുക, ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റി OH കൊണ്ടുവന്നിരിക്കുക. ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റി OH കൊണ്ടുവരാൻ നമുക്കറിയില്ല. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പ്രകാരം ഇവിടെ എങ്ങാനും ക്ലോറിനോ BRO ഉണ്ടായിരുന്നു എങ്കിൽ അവരെ മാറ്റിയിട്ട് OH കൊണ്ടുവരാൻ പറ്റും. അക്വസ് KOH ചേർത്താൽ മതി. അപ്പൊ ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ക്ലോറിനെ കൊണ്ടുവരാൻ വളരെ ഈസി ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലോറിനെ ചേർക്കുന്നു. ക്ലോറിനേഷൻ, ഹാലജനേഷൻ. Cl2 ചേർക്കുക ലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ ഇത് നേരെ എപ്പോഴും തന്നെ നേരെ കയറി അറ്റാക്ക് ചെയ്യുന്നത് ഈ കാർബണിലായിരിക്കും. ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ കളഞ്ഞിട്ട് ഈ ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്ക് വരും. ബെൻസീൻ റിങ്ങില് CH2Cl എന്നായിട്ട് മാറും. ഇനി ഈ Cl മാറ്റി OH കൊണ്ടുവന്നാൽ പോരെ. ഈ Cl മാറ്റി OH കൊണ്ടുവന്നാൽ പോരെ. അവിടെ എന്ത് ചേർക്കുന്നു? അക്വസ് ആൽക്കലി ചേർക്കുന്നു. അക്വസ് KOH ചേർക്കുന്നു. റെഡി അല്ലേ? അപ്പൊ ഇവിടുത്തെ ക്ലോറിനെ മാറ്റിയിട്ട് OH ഇങ്ങോട്ടേക്ക് വരും. ഈസി ഈസി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ബെൻസീനെ 4 ബ്രോമോ നൈട്രോ ബെൻസീൻ ആക്കി മാറ്റാം. ബെൻസീൻ നമുക്കറിയാം, ഇതാ ബെൻസീൻ. ഇതിനെന്താക്കി മാറ്റണം? 4 ബ്രോമോ നൈട്രോ ബെൻസീൻ. അതായത് പാരാ പൊസിഷനിലല്ലേ? പാരാ പൊസിഷനിൽ BR ഉണ്ട്, NO2 ഉണ്ട്. റെഡി? 4 ബ്രോമോ നൈട്രോ ബെൻസീൻ. ഇതാണ് സാധനം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുത്തണം. അപ്പൊ ഇവിടെ ഒരു BR വേണം, ഇവിടെ NO2 വേണം. BR വരുത്താൻ വേണ്ടി FeBr3 ചേർക്കാം. സോറി, BR2 FeBr3 പ്രസൻസിൽ ചേർക്കാം. NO2 വരുത്താൻ വേണ്ടി നൈട്രേഷൻ നടത്താം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? BR2 ചേർക്കുന്നു. ഏതിന്റെ പ്രസൻസിൽ? FeBr3 പ്രസൻസിൽ. റെഡി? ക്ലോറിനെ ചേർക്കുന്നെങ്കിൽ AlCl3 പ്രസൻസിൽ ചേർക്കണം. BR2 ആണെങ്കിൽ FeBr3 പ്രസൻസിൽ. പെന്നിന് സൈസ് ഇച്ചിരി പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇത് ക്ഷമിക്കണേ, സഹകരിക്കണേ. കാര്യം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. ഇവിടെ പെണ്ണ് പെട്ടെന്ന് സൈസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് ബോറായിട്ടുണ്ട്. സഹകരിക്കും, ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? പ്ലീസ്. അപ്പൊ ബെൻസീൻ റിങ്ങിൽ ഇത് വന്നിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബെൻസീൻ റിങ്ങിന്റെ ഏതെങ്കിലും ഒരു കാർബണിൽ ആര് വരുന്നുണ്ടായിരിക്കും? ബ്രോമിൻ വരുന്നുണ്ടായിരിക്കും. അവിടെ ബ്രോമിൻ വന്നു. അപ്പൊ നമുക്ക് നേരെ പാരാപോസിൽ ആര് വരേണ്ടതുണ്ട്? പാരാപോസിൽ നേരെ NO2 വരേണ്ടതായിട്ടുണ്ട്. കണ്ട പെന്റെ സൈസ് ഇടയ്ക്കിടയ്ക്ക് പേന ലീക്ക് ആയിരുന്നതാ. NO2 വരാൻ വേണ്ടി നമ്മൾ നൈട്രേഷൻ നടത്തിയാൽ മതി. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ചേർക്കുന്നു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നു. നൈട്രേഷൻ എന്ന് പറയുന്നത്. പാരാപോസിൽ ആര് വരുന്നുണ്ടായിരിക്കും? NO2 വരുന്നുണ്ട്. ലാസ്റ്റ് കൺവേർഷൻ. എഥനോളിനെ പ്രൊപ്പാനൈട്രൈൽ ആക്കി മാറ്റണം. എഥനോൾ 2 കാർബണുള്ള അല്ലേ? CH3 CH2OH. എഥനോൾ. പ്രൊപ്പാനൈട്രൈൽ എന്ന് പറഞ്ഞാൽ മൊത്തം 3 കാർബൺ, അതിലൊരു കാർബൺ CN ആണ്. നൈട്രൈൽ. അതായത് CH3 CH2 CN. പ്രൊപ്പാനൈട്രൈൽ എന്ന് പറഞ്ഞാൽ CH3 CH2 CH2 മൊത്തത്തിൽ 3 കാർബൺ ശേഷം ഒരു CN. ഇങ്ങനെ എഴുതാം. അപ്പൊ ഇത് ബ്യൂട്ടാനൈട്രൈലായി. CN സിയും കൂടെ ചേർന്ന് മൊത്തം 3 കാർബൺ കേട്ടോ. 1 2 3 ഇതാണ് ഉണ്ടാവേണ്ടത്. ഇവിടെയുള്ള OH മാറ്റി CN കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന റിയാക്ഷനുകൾ എവിടെയെങ്കിലും OH മാറ്റി, ഇതും OH എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലാണ്, CN എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലാണ്. ഈ ന്യൂക്ലിയോഫൈലിനെ മാറ്റി ഈ ഒരു ന്യൂക്ലിയോഫൈൽ വരുന്ന ഒരു റിയാക്ഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ല. വീക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള ക്ലോറിനോ ബ്രോമിനോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നമുക്ക് ആരെ കൊണ്ടുവരാൻ പറ്റും? CN കൊണ്ടുവരാൻ പറ്റും. റെഡി? അപ്പൊ ആ CLും BRനെ ആരെങ്കിലും കൊണ്ടുവരാം. അപ്പൊ ഇവിടെ CL ഒക്കെ ആയിരുന്നു അല്ലെങ്കിൽ BR ഒക്കെ ആയിരുന്നു എങ്കിൽ നമുക്ക് അവനെ മാറ്റി ഇവിടെ കൊണ്ടുവരാം. എന്ത് ചെയ്താൽ മതി? KCN ചേർത്താൽ മതി. നിർഭാഗ്യവശാൽ ഇവിടെ OH ആണ്. അപ്പൊ ഇവിടുത്തെ OH മാറ്റിയിട്ട് ക്ലോറിനെ കൊണ്ടുവരുത്തിച്ചാൽ പോലെ. OH മാറ്റിയിട്ട് ക്ലോറിനെ കൊണ്ടുവരാൻ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കൻ ഹാലോറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന റിയാക്ഷനുകൾ ഉണ്ട്. എന്താണ്? തൈനൈൽ ക്ലോറൈഡ് ചേർക്കുക. SOCl2 ചേർക്കാം, അല്ലെങ്കിൽ PCl3 PCl5 ലൂക്കാസ് റിയേജന്റ് ഇതൊക്കെ ചേർക്കാം. റെഡി? അപ്പൊ SOCl2 ചേർക്കുന്നതാണ് മോർ പ്രിഫർ ചെയ്യാറുള്ള കാരണം എന്തെന്നൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് ആർ ഗ്യാസസ്, എസ്കേപ്പബിൾ ഗ്യാസസ്, സോ ദാറ്റ് വി ഗെറ്റ് പ്യൂർ ഹാലോ ആൽക്കൈൻ അല്ലേ? അപ്പൊ ഇവിടെയുള്ള OH മാറ്റിയിട്ട് ആര് വരുന്നുണ്ടായിരിക്കും? ക്ലോറിൻ വരുന്നുണ്ടായിരിക്കും. CH3 CH2 Cl. ഇനി CH2 CH3 Cl മാറ്റിയിട്ട് ആര് കൊണ്ടുവരണം? CN കൊണ്ടുവരണം. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? KCN ചേർത്താൽ മതി.
വളരെ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും ഈസി ആയിട്ടും ഈ പറഞ്ഞ കൺവേർഷൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾക്കായിട്ടും കൂടുതൽ കൺസെപ്റ്റ്സിനായിട്ടും കൂടുതൽ ക്വസ്റ്റൻസിനായിട്ടും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിട്ടില്ല ടോപ്പിക് ചെയ്യണം. താങ്ക് യു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ യൂസ്ഫുൾ തോന്നുന്നത് മാക്സിമം എല്ലാ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക.